ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണോ അതോ ഇതിനു മുമ്പ് റേസിന് പോകാറുണ്ടോ? അതല്ലേ. ട്രാക്കിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? മറയാൻ എന്തേലും പേടി എന്തേലും തോന്നിയാ? ഇല്ല. നമ്മള് നിക്കുന്നത് കാവൂർ കളവായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. കിടിലൻ ഓട്ടോറിക്ഷയുടെ റേസിംഗ് നടക്കാൻ പോട്ടെ. കിണ്ണങ്ങാച്ചി റേസ് ആയിരിക്കും. അപ്പൊ ഗൈസ് ഗംഭീര പരിപാടി നടക്കാൻ പോകും. നമ്മുടെ ഓട്ടോറിക്ഷകളുടെ റേസ് ആണ്. ഏകദേശം 9 ഓട്ടോറിക്ഷകളാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ വണ്ടികളും കൂടി ഒരു റേസ് നടത്താൻ പോകണം. അതിന് ശേഷം സിംഗിൾ ഓട്ടോ ആയിട്ട് 3 ലാപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു റേസ് അങ്ങനെയും വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ എത്തുന്ന ആൾക്കാട്ടാ സമ്മാനം കിട്ടുള്ളൂ. ഓട്ടോറിക്ഷകളുടെ മത്സരം അതുപോലെ തന്നെ സൈക്കിൾ റേസും ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ആരംഭിക്കുന്നു. 35ാമത് കാക്കൂർ കളവയോടനുബന്ധിച്ച് നടക്കുന്ന ഓട്ടോറിക്ഷയുടെയും സൈക്കിളിന്റെയും റേസ് ആണ് നടക്കുന്നത്. നമുക്കറിയാം 2008 ഉണ്ടായ നിയമ തടസ്സങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കാളവേലിന്റെ ഭാഗമായി വിവിധ റേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാളവേലി റേസുകൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചു പോരുന്നത്. ഇത്തവണ 3 ദിവസം വ്യത്യസ്തങ്ങളായ ഇനങ്ങളിലായി 3 ദിവസത്തെ റേസുകളാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ടുക് ക്രോസ് ഓട്ടോറിക്ഷയുടെയും അതോടൊപ്പം തന്നെ സൈക്കിളിന്റെയും റേസാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഓട്ടോറിക്ഷകളും റേസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും സ്റ്റിക്കറൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സ്പോൺസേഴ്സിന്റെ ഗൾഫൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. BMC ഫിൽറ്റേഴ്സ് ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. വാഹനം ഫുള്ളി ഒരു റേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കാണ്. ഡീസലും CNG LPG ഒക്കെ ഉള്ള വാഹനങ്ങൾ ഇന്നിവിടെ റേസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. ഈ വാഹനം ഓടിക്കുന്നത് ഒരു ലേഡി ആയിട്ട് ഒരു ചേച്ചിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലേഡി ഓട്ടോ ഡ്രൈവർ റേസിന് പങ്കെടുക്കണമെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴ്ന്നു കമന്റ് ചെയ്തോളൂ. റേസിന്റെ ഒരു ലാപ്പ് കൗണ്ട് ചെയ്യാനായിട്ടുള്ള സമയം കൗണ്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസ് ഒക്കെ ഇരിക്കണതാണ്. എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ ധരിച്ച് പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് റേസിന് പങ്കെടുക്കാൻ സമ്മതിക്കുള്ളൂ. അത് മാത്രമല്ല ഓൺ റിസ്ക് ആണ് കേട്ടോ എല്ലാവരുടെയും. ഈ വാഹനം അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പരിപാടി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും വാഹനത്തിന്റെ ചിലവർ ഡോറും കാര്യങ്ങളും ആവശ്യമില്ലാത്ത പാർട്സ് സീറ്റൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്പീഡിൽ പോകാനായിട്ട്. ഇത്തവണ ഈ ഓവറോൾ റേസിനും പങ്കെടുക്കണമെങ്കിൽ പൈലറ്റ് മാത്രമായിട്ടേ പറ്റുള്ളൂ. ബാക്കിൽ ആൾക്കാർ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു റേസ് നടത്തും. അതിൽ എന്ത് വേണമെങ്കിലും ബാക്കിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പറ്റൂട്ടാ. ഇതൊരു വണ്ടി താഴ്ന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കേട്ടോ ട്രാക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലം. സാധാരണ ഒരു രീതിക്ക് റോട്ടിയോടെ ഓടിക്കുന്ന പോലെ അല്ല. ഫുള്ള് കുഴികളും അതുപോലെ താഴ്ന്നു പോകുന്നുണ്ട്. അറിയാലോ പാടത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഗംഭീര പരിപാടി എന്ന് വെച്ചാൽ ഹൈലി വാശിപ്പുറത്ത് കൂടുന്നൊരു സെറ്റപ്പാണ്. അതായത് ടയറിന്റെ മുകളിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കണതാണ്. നമുക്ക് പരിപാടി തുടങ്ങാറായെന്ന് തോന്നുന്നു കേട്ടോ. പരിപാടി റേസ് തുടങ്ങാറായിട്ടാ. കൊടി ഉയർത്താൻ പോകണം. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. വേണ്ടപ്പെട്ട എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങല്ല? അത് ചെമ്പ് പരിപാടി തുടങ്ങാൻ പോട്ടെ. കൊടി ഉയർത്തി എന്റെ മോനെ. നമ്മുടെ TVSന്റെ LPG പ്ലസ് നമ്മുടെ പെട്രോൾ ഉള്ള വെഹിക്കിളാണ് ഇപ്പൊ ഫസ്റ്റ് മുന്നിലേക്ക്. ഇതൊരു ലേഡി ഡ്രൈവറാട്ടാ. ഇത്രയും വലിയൊരു റേസിൽ നമ്മളൊരു ലേഡി പങ്കെടുക്കണമെങ്കിൽ അവര് ആ ധൈര്യം ആലോചിച്ച് പൊളിയായിരിക്കില്ലേ. അപ്പൊ എല്ലാ വണ്ടികളും എടുത്തൊരു ഇതൊരു ചെറിയൊരു ലാപ്പ് ടെസ്റ്റും കൂടിയാണ്. 3 ലാപ്പ് കംപ്ലീറ്റ് ചെയ്യും എല്ലാ ഓട്ടോറിക്ഷകളും കുടിച്ച്. എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ഇല്ലാണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. എല്ലാം പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വാഹനത്തിന് എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് എല്ലാ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ഇതിലേക്ക് ഇറക്കുള്ളൂ. വരിയായിട്ട് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും വണ്ടി എടുത്തു. ഇനി എല്ലാ ഓട്ടോറിക്ഷകളും പാടാന്ന് 100 വെടിയുണ്ട പോണ പോലെ ആയിട്ട് ഇതിൽ പോവാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരമല്ലാട്ടെ ഈ റോഡ്. ഇത് റോഡല്ല, ബമ്പി ആയിട്ടുള്ള പ്ലേസാണ്. കുണ്ടും കുഴിയും അതുപോലെ തന്നെ തെന്നലും വഴുക്കലെല്ലാം ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇങ്ങനെ അറ്റത്ത് പോയി കറങ്ങിയിട്ട് അവർ ഇതിലെ വരും കേട്ടോ. പൊള്ളിയല്ലേ, മാസമായിട്ടുണ്ടല്ലോ. എല്ലാവരും കൂടിയിട്ട് ഇത് പറന്നട വരണം ഓരോരുത്തർ. ഇതിൻ്റെ ഇടയിൽ കൂടെ വാഹനത്തിൻ്റെ പല പാർട്സുകളും ഊരിപ്പോകുന്ന കാണാം. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കെയർ ചെയ്യാണ്ടാ പോകണം. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് അടിച്ചിട്ടാ പോണേ. ബാക്കിലത്തെ ടയറൊക്കെ തെന്നി പോകുന്നുണ്ട്.
അങ്ങനെ ഒരുത്തം പോയി. ഇനി അടുത്തത് വണ്ടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് CNG വരുന്നുണ്ട്. നമ്മുടെ ബജാജിന്റെ എക്സ്വൈഡ് CNG കാണാം. പിന്നെ ആപ്പ് ഉണ്ട്, TVSന്റെ വെഹിക്കിൾ കാണാം. എല്ലാ വെഹിക്കിൾസും ഞാൻ നോക്കിയപ്പോൾ ഇതിലുണ്ടായിരുന്നു കേട്ടോ, ഇലക്ട്രിക് ഓട്ടോ ഒഴികെ. ചെക്കൻ പുള്ളിക്കാരൻ ഡ്രിഫ്റ്റിന്റെ ആശാനാണ്. അതായത് തെന്നിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ബാക്കിലത്തെ ആ ഒരു ഐറ്റംസ് എല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ലേഡി ഡ്രൈവർ പോകണമാണ് പൊളിയായിട്ടില്ലേ. നിങ്ങൾക്ക് ഇതിൽ ഏത് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ആണ് ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴ്ന്ന് കമന്റ് ചെയ്തോട്ടാ. അങ്ങനെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കണം. ചെക്കൻ പുക തുപ്പിയിട്ടാണ് തെറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തിരി റിസ്കി പ്ലേസ് ആയിട്ട് ഇവിടെ തെന്നുന്നുണ്ട്. അതാണ് കർവ് അടിച്ച് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട്. എന്റെ മോനെ വാറായിട്ടില്ല. ചാടിയായിട്ടാ പോണേ. തെന്നിയിട്ട് പോകുന്നുണ്ട്. ആ മുകളില് കിടക്കണ മണ്ണിന്റെ ഒരു കൂന കണ്ട, അത് ഇന്നത്തേക്കുള്ള റേസിന് വേണ്ടിയിട്ടല്ല കേട്ടാ. ഇനി നാളെ ബൈക്ക് റേസും കാർ റേസും ട്രക്ക് റേസിങ് കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് സാധാരണ ഒരു ട്രാക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വിചാരിക്കണ പോലെ റോട്ടിലെ പോലെ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് പറപ്പിച്ച് പോകാനൊന്നും പറ്റില്ല. ആ ഒരു ടേണിങ്സും അതുപോലെ കർവിങ്സും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പോൾ തെന്നും. അപ്പോൾ ആക്സിലറേഷനൊക്കെ കുറച്ചിട്ട് വേണം ആ ഒരു കർവ്സ് എടുക്കണ്ടേ. ഇവനൊക്കെ നൈസായിട്ട് കട്ടിച്ച് രക്ഷപ്പെട്ടു. ആ പേരതെ ബാക്കിൽ നിന്ന് ഒരു ഐറ്റം പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പോയി. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു കുഴികളുടെ ഒരു ആഘാതം എന്താന്ന്. ഇങ്ങനെ ഒരു റേസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. ഞാനിത് ആദ്യമായിട്ടാണ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഓട്ടോ റേസ്. ബാക്കിയുള്ള റേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട്. ബൈക്ക് റേസ് ഉണ്ട്, കാർ റേസിംഗ് ഉണ്ട്, ട്രക്ക് റേസിംഗ് ഉണ്ട്. ഓ ചെക്കൻ പെട്ടു. നമ്മൾ TVSന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് പെട്ടിട്ടുണ്ട് ഇവിടെ. ആ ഒരു കുഴിയിൽ തെന്നി കളിക്കുകയാണ് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ റിവേഴ്സ് പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ പെട്ടാൽ ലോക്കായ പോലെയാണ്. ഇനി അതിൻ്റെ ആൾക്കാർ വന്നിട്ട് വേണം ആ നടപടിയാക്കാനായിട്ട്. എൻ്റെ ഏട്ടാ ഇവിടെ ചുള്ളന്മാർ നൈസായിട്ട് തെന്നിച്ച് പോകുന്നുണ്ട് കേട്ടോ. 2-3 പിള്ളേർ വന്ന് വാഹനം പുറത്തേക്ക് എടുക്കുകയാണ് ആ ഒരു കുഴിയിൽ നിന്ന്. അല്ലാണ്ട് പറ്റില്ല. റിവേഴ്സ് അടിച്ചാലൊന്നും പോല. ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ 4x4 വണ്ടികളൊന്നും അല്ലല്ലോ നമ്മുടെ ഓട്ടോറിക്ഷകൾ, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ വാശിയേറിയ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇനി ഇതിന് ശേഷമാണ് റിയൽ റേസ് നടക്കാൻ പോകുന്നത്. ആ റേസ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് കവർ ചെയ്യുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓട്ടോറിക്ഷകൾ 3 ലാപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഏറ്റവും ചുരുങ്ങിയ ടൈം. അതാണ് ഈ റേസിൻ്റെ വിന്നിങ്. അതായത് വിന്നറെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അന്നേരം പൊടിയും പുകയൊക്കെ നിറഞ്ഞ് വാറായിട്ടാണ് ചുള്ളന്മാർ തെന്നി പൊക്കോണ്ടിരിക്കണം കേട്ടാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട്, റേസ് കണ്ടിട്ട്? അങ്ങനെ ഈ ഫസ്റ്റത്തെ ഘട്ടം പരിപാടികൾ ഇത് അവസാനിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് പരിപാടി? ഇപ്പോൾ എല്ലാവരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇനി ചെക്ക് ചെയ്യണം. അതുപോലെ ഫ്യൂലില്ലാത്തൊരു ഫ്യൂല് ഫില്ല് ചെയ്യണം. ഇനി യഥാർത്ഥ പരിപാടി ഗെയിം തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാക്കൂർ കാളവയലിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്ലേസിനെ കുറിച്ച് അറിയായിരിക്കും. ഇവിടെ കാളാര ഒരു ഗംഭീരമായുള്ള പരിപാടി നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിൻ്റെ ബാക്കിലത്തെ കുറേ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടന്മാർ. ചില ആൾക്കാർ സീറ്റ് ഉരുവിക്കുന്നുണ്ട്. വാഹനത്തിൽ അത്യാവശ്യം ആവശ്യമില്ലാത്ത എല്ലാം ഉരുവിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ. ഓടിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഓടിച്ചിട്ട് എന്താണ് റേസ് ട്രാക്കിൽ? കുഴപ്പമില്ല. തന്നെ മറയാനുള്ള സാധ്യത ഇല്ല. ആ ഓടിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് ട്രാക്കിൽ ഓടിച്ചിട്ട്? തെന്നുന്നുണ്ട്. മറയാനുള്ള സാധ്യത ഒന്നും തോന്നിയില്ലല്ലോ. ശരി. ട്രാക്കിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? മറയാൻ എന്തേലും പേടി എന്തേലും തോന്നിയാ? ഇല്ല. ട്രാക്കിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണോ അതോ ഇതിനു മുമ്പ് റേസിന് പോകാറുണ്ടോ?
ഒരു 4ാമത്തെ ഇവന്റാണ്. അതെ അല്ലേ? ഓക്കെ. മറിയാനുള്ള സാധ്യത തെന്നി അങ്ങനെ ഒന്നും തോന്നിയില്ലല്ലേ? ചെറിയ സാധ്യത തോന്നുന്നുണ്ടല്ലേ? ഓക്കെ ഏട്ടാ. പിന്നെ അങ്ങനെ ഫുള്ള് ക്രൗഡായിട്ട് ആൾക്കാർ നിൽക്കണ കാണാം. എല്ലാവരും കൂടി ആ ഒരു ആരവങ്ങളോട് കൂടിയിട്ടാണ് റേസ് പിന്നെ ആരംഭിക്കുന്നത്. അപ്പൊ അവസാന ഘട്ടത്തിലേക്കായി നമ്മളിപ്പോ പരിപാടി ഇപ്പൊ തുടങ്ങാൻ പോയിട്ടപ്പോ ഒരു ലാപ്പ് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. ഇനിയിപ്പോ ഒറിജിനലായിട്ട് തുടങ്ങാൻ പോണ പരിപാടി. ഇനി സിംഗിൾ ഓട്ടോറിക്ഷകൾ പോയിട്ട് ലാപ്പ് കംപ്ലീറ്റ് ചെയ്യും. വെയിറ്റും ചുരുങ്ങിയ ആ ഒരു ടൈമിൽ ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ് കേട്ടോ ജയിക്കുക. അപ്പം നമ്മൾ അത് കവർ ചെയ്യുന്നില്ല. ഞാൻ ഇനി അവസാനം കാണിച്ചത് ആരാണ് വിൻ ചെയ്തേക്കണേ. അതിൻ്റെ ഇടയിൽ ചില വണ്ടികളൊക്കെ താഴ്ന്നുണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ടാണ് അത് പിന്നെയും പുറത്തേക്ക് എടുക്കുന്നത്. എന്താ വെച്ചാൽ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ താന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. എന്തെല്ലാം കാണിച്ചാലും ഒന്നും അനങ്ങ പോലില്ല വണ്ടി അവിടുന്ന്. ടയർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് ഓട്ടോ ചേട്ടന്മാർ വന്നിട്ട് നമ്മുടെ വാഹനം പൊക്കി സൈഡിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാനുള്ള പരിപാടിയാണ്. ഉന്തിയിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടാ. നമുക്ക് നോക്കാം. എൻ്റെ മോനെ സാധനം റെഡി ആയിട്ടുണ്ട്. വലിയൊരു കുഴിയാട്ടാ. എളുപ്പമല്ല. അതിലൊന്നും കയറില്ല വണ്ടി. ഇനി ജസ്റ്റ് റിവേഴ്സ് എടുത്തിട്ട് വേണം തോന്നുന്നു പരിപാടി സൈസാക്കാനായിട്ട്. കേറി അപ്പൊ ഇനി നമുക്ക് അവസാനം കണ്ടല്ലോ ആർക്കാ പ്രൈസ് കിട്ടിയെന്ന് നോക്കി നോക്കാം അല്ലേ? ടയർ ഒരു സീനായിട്ടോ ഒരു വിധായിട്ടുണ്ട് എല്ലാ വണ്ടികളിലും. പക്ഷെ എന്നാലും റേസ് തന്നെയാലോ. ആ ഒരു വാറായിട്ട് തന്നെയാണ് എല്ലാവരുടെ തലയിൽ നിൽക്കണം കേട്ടാ. ഗൈസ് പരിപാടി തുടങ്ങാൻ പോട്ടാ. ഈ ചേട്ടനാണ് ഫസ്റ്റത്തെ റേസിന്റെ തുടക്കം കുറിക്കുന്നത് കേട്ടാ. നമ്മൾ റേസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. അത് ഏകദേശം ഓരോ സിംഗിൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് 9 ഓട്ടോറിക്ഷകളുണ്ട്. കുറെ സമയം എടുത്തായിരുന്നു. അപ്പൊ ഞാൻ റേസ് കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ വിന്നർ കാണിച്ചാലാണ്. നമ്മുടെ 3ാം സ്ഥാനത്തേക്ക് നമ്മുടെ TVSന്റെ വണ്ടിയാണ് എത്തിയേക്കണേ. ഫസ്റ്റ് സ്ഥാനത്തേക്ക് നമുക്ക് നോക്കി നോക്കാം. അതുപോലെ സെക്കൻഡ് സ്ഥാനത്തേക്ക് ആരാന്ന് നോക്കി നോക്കാം കേട്ടോ. അവിടെ അവർക്കൊരു ഗിഫ്റ്റും അതുപോലെ തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് സ്ഥാനത്തേക്ക് അടുത്തൊരു ചേട്ടനെ വന്നിട്ടുണ്ട്. ഈ ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റേസിന്റെ ഇടയിൽ. ആ ചേട്ടനും കിട്ടിയിട്ടാ ഗിഫ്റ്റും അതുപോലെ തന്നെ ഒരു ട്രോഫിയും. ഇനി ഫസ്റ്റ് സ്ഥാനത്തേക്ക് നമ്മുടെ CNG മാക്സിമം ഓടിച്ചിട്ടുള്ള ചേട്ടനാട്ടാ കിട്ടിയേക്കണേ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ പരിപാടി? ആ ചേട്ടനും കിട്ടിയിട്ടാ ഷീൽഡും ട്രോഫിയും. പൊള്ളി പരിപാടി ആയിട്ടില്ലേ?